അയ്യോ ആ ബസ്സുകാരങ്ങ് പോയി. നമ്മളായിട്ട് എവിടെ കൊണ്ട് അവന്മാർ ഇറക്കിയത്? എനിക്കതിന് ഈ സ്ഥലമൊന്നും വലിയ തിട്ടമൊന്നും ഇല്ല. ഞാൻ എന്നോ വാടകക്കാരി ഇവിടുത്തെ. എനിക്ക് അവിടെ സ്ഥലങ്ങളൊന്നും അറിയത്തൊന്നുമില്ല. നിങ്ങൾക്കറിയോ നിങ്ങളുടെ വീട് എവിടാന്നുള്ളത്? പിള്ളേരെ, എനിക്കാണെങ്കിൽ വീട്ടിൽ ഇരിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് വന്നിട്ട് എത്ര നാളായി? അപ്പോൾ എത്രയായി? 1 വർഷം ആയില്ലല്ലോ. എനിക്ക് ഒരു സ്ഥലത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല മക്കളെ. നിങ്ങൾക്ക് ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ നാടിനെ കുറിച്ചൊക്കെ അറിയത്തില്ല. ഇത് ഏത് സ്ഥലമാ? പക്ഷെ നമ്മുടെ വീടിന്റെ ബസ് സ്റ്റോപ്പ് എത്തിയില്ലെന്ന് മാത്രം എനിക്കറിയാം. അത് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല ആന്റി. എനിക്ക് തിട്ടായിട്ട് അറിയത്തില്ല സ്ഥലം ഏതാന്ന്. എനിക്കൊന്നും നമ്മുടെ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ അറിയത്തില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. അവർ കൊച്ചു പിള്ളേരില്ല. അവർക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് എല്ലാം അറിയാമോ? അവരുടെ സ്വന്തം നാടാ, കാര്യമൊക്കെ ശരിയാ എന്നും പറഞ്ഞിട്ട് അവർക്കാണെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ച് കൊച്ചു പിള്ളേരില്ലേ അവര്. എന്താ അവിടെ നിന്ന് ഒരു ഓട്ടോ വരുന്നുണ്ട്. ആ ഓട്ടോക്കാരനോട് പറയാം നീലഗിരി ഗ്രാമത്തിൽ കൊണ്ടിറക്കാൻ. കൈ കാണിക്കും പിള്ളേരെ. എങ്ങോട്ടാ ചേച്ചി പോണ്ടേ? ഞങ്ങൾക്ക് നീലഗിരി ഗ്രാമത്തിലാണ് പോകേണ്ടത്. ഞങ്ങളെ വീട്ടിലോട്ടുള്ള വഴി ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് പറഞ്ഞുതരാം. എന്നാ കേറ് മക്കളെ കേറ്. ഇതെവിടെ നിങ്ങൾ കൊണ്ട് നിർത്തിയേക്കുന്നത് ഓട്ടോ? വഴി ഇത്ര ഉള്ളു ചേച്ചി. ഇനി ഞാൻ അങ്ങോട്ട് പോവാനാ? നിങ്ങൾ ഇങ്ങോട്ടൊക്കെ എനിക്ക് വഴി പറഞ്ഞു തന്നത്. അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഒരു കറക്റ്റായിട്ടുള്ള വഴി നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പറഞ്ഞ് ഇവിടെ വന്നെത്തി. ഇപ്പൊ എത്ര ദൂരമായി അങ്ങോട്ടും ഇട്ട് വഴി തെറ്റി നടക്കുക? എനിക്ക് തിരിച്ച് വീട്ടിൽ പോണ്ടേ? ഓട്ടം കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോണ്ടതാ. ഇപ്പൊ സമയത്ത് ഇപ്പൊ എത്രയും പറഞ്ഞ രാത്രി 9 മണിയായി. എനിക്ക് വീട്ടിൽ പോണ്ടേ? അയ്യോ രാത്രി പറഞ്ഞാൽ 9 മണിയായല്ലോ. ഞങ്ങൾക്ക് പിന്നെ വീട്ടിൽ പോണ്ടേ? ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് ഞാൻ എന്തോ ചെയ്യും? എന്തായാലും തിരിച്ചെന്തായാലും വഴി വിട്. അങ്ങോട്ട് പോവാം. നമുക്ക് തിരിച്ചു പോവാം. പറ്റത്തില്ല. മര്യാദ നിങ്ങളൊന്ന് ഇറങ്ങിയ ഓട്ടോക്കതെന്ന്. പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്. തിരിച്ചിട്ട് ഞാൻ നടക്കാൻ എനിക്ക് വീട്ടിൽ പോകണം ഈ സമയത്തിന്. ഇറങ്ങാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾ എന്തോ പരിപാടിയാണ് കാണിക്കുന്നത്? ഞങ്ങൾ ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് ഞാൻ എവിടെ പോകാൻ പറഞ്ഞത് നിങ്ങൾ രാത്രിയില്? നിങ്ങൾ കണ്ണീച്ചറെല്ലാം കാണിക്കല്ലേ? എനിക്കൊന്നും അറിയത്തില്ല. നിങ്ങളെ ഞാൻ നേരെ കൊണ്ടാക്കി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറേ ദൂരം കറങ്ങി. എനിക്ക് കറങ്ങിയാണ് നമ്മൾ പെട്രോൾ തീരാറായി ഓട്ടോയുടെ. ഞാൻ ഇങ്ങോട്ട് എങ്ങനെ കൊണ്ടുപോകേണ്ടത്? പെട്രോൾ നേരെ ഇനി പോയി അടിക്കണം. ഞാൻ കൊണ്ട് പോവാ. എനിക്ക് നിങ്ങളുടെ പൈസ വേണ്ട, ഒന്നും വേണ്ട. ഇത്ര ദൂരം കറങ്ങി ഒരു 500 രൂപയെങ്കിലും ആയി കാണും. വേണ്ട, പൈസ പോയത് ഓട്ടെ. ഞാൻ പോവാ. അയ്യോ അയാൾ ഓട്ടോ എടുക്കുന്നത്. ഒറ്റ ഓട്ടോ കയറി പോക്കരുത്. നമ്മളൊന്നും നോക്കണ്ട. നമുക്ക് പെട്ടെന്ന് ഓട്ടോയ്ക്ക് ചാടി തരാം. പെട്ടെന്ന് വാ. അയ്യോ അയാളെന്നാ ഓട്ടോ വിട്ട് കളഞ്ഞല്ലോ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ആൾ താമസം ഉണ്ടോ എന്തോ. വീടിനകത്ത് പക്ഷെ വെട്ടം കാണുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ. റെഡ് കളറിലെ ലൈറ്റ് ഒക്കെ. ഇതെന്തൊരു ലൈറ്റ് ഇത്? നമുക്ക് തന്നെ കയറാം. ഹലോ. അയ്യോ ഇതുവരെ ആരെയും കണ്ടില്ലല്ലോ. നമ്മൾ കയറി നമ്മൾ ബെഡ്റൂം വരെ എത്തിയല്ലോ. എത്ര നേരം കൊണ്ട് ഓരോരുത്തരെ വിളിച്ച് നടക്കുക. ഇവിടെ ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ. അത് കൊള്ളാലും മാണോട്ടി. നീ കൊച്ചുകുട്ടിയല്ലേ. നിനക്ക് നിന്റെ കാല് വരയ്ക്കേണ്ട കാര്യം? ഞങ്ങളൊക്കെ വലിയ മുതിർന്ന ആൾക്കാരാ. ഞങ്ങളൊക്കെ തന്നെ. ഞാൻ വലിയ മുതിർന്ന ആളാ. എന്നിട്ട് എനിക്ക് എന്റെ കാലുവേദന ഒന്നും ഇല്ലല്ലോ. ഇത് കൊച്ചുകുട്ടിയായിട്ട് അവൾക്ക് കാലുവേദന. ഇവിടെ നമുക്ക് പോയി നോക്കാമാ. എത്ര ദൂരം കൊണ്ട് നടന്ന്? നമ്മൾ ഇത്ര നേരം ഓട്ടോയിലല്ലേ ഇവിടെ വന്നത്? ഇത്രയും ദൂരം. പിന്നെന്താ ഈ മുറിക്കകത്തോട്ട് കയറിയതല്ലേ ഉള്ളൂ. താഴേന്ന് രണ്ടാമത്തെ തന്നെ കയറി സ്റ്റെപ്പ് കയറി. ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ നിനക്ക് ഇത്ര കാലുവേദന. നമുക്ക് അപ്പത്തങ്ങനെ പോയി നോക്കിട്ട് വരാം. ബാ. Hide and seek, hide and seek. അയ്യോ നീ ഒറ്റയ്ക്കൊക്കെ എങ്ങനെ മോളെ അവിടെ പോയി കിടക്കുന്നത്? നമുക്ക് അറിയാത്ത വീടൊക്കെയാ. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നേ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്നാ കുട്ടുമ്പനും കൂടെ ചെല്ല്. മാളോട്ടിക്കൊരു കൂട്ടാകുമല്ലോ. ചെല്ല്. പേടിക്കണ്ട മക്കളെ, നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. എന്റെ വീടാ ഇത്. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. വേണ്ട പറയണ്ട. അതെ ഞാനിപ്പോ പുറത്തു പോവും.
അതുകൊണ്ട് ഇപ്പൊ ഇനി അവരെ വിളിക്കണ്ട, ഞാൻ ഉടനെ അങ്ങ് പോകുവാ പുറത്തോട്ട്. അയ്യോ, ആന്റി പോവാണോ? എവിടെ പോയി രാത്രിയില്? എനിക്ക് വിശക്കുന്നു, ഞാൻ കഴിക്കാൻ പുറത്ത് പോവാ കേട്ടോ. അതുകൊണ്ടേ ഞാൻ പോകുന്നോണ്ട് നിങ്ങൾ അവരെ വിളിക്കണ്ട കേട്ടോ. ആ, ശരി അമ്മൂമ്മേ. അമ്മൂമ്മ ഇതിനകത്ത് കയറിയോ? അതുകൊള്ളാലോ, ആന്റിക്ക് എനിക്ക് ജനലിന്റെ അകത്ത് കയറി അറിയാലോ. ആ, അങ്ങനെ പല ജാലവിദ്യകളും എനിക്കറിയാം. അയ്യോ, അമ്മൂമ്മ എനിക്കും വിശക്കുന്നു. അമ്മൂമ്മ എന്താ കഴിക്കാനാ പോകുന്നത്? എനിക്കൂടെ വാങ്ങിച്ചിട്ട് തരുമോ? അമ്മൂമ്മ, എനിക്കും വേണം. ആ, അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എൻ്റെ കൂടെ വാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഞാൻ തരാം. ഞാനേ ഈ വീടിന്റെ മുകളിൽ കയറാൻ പോകും, ടെറസിന്റെ മുകളിൽ 3ാമത്തെ നിലയിൽ. അവിടെ കുറെ ഭക്ഷണങ്ങൾ ഇരിപ്പുണ്ട്. വാ, നിങ്ങൾക്ക് ഞാൻ എടുത്തു തരാം. ഹായ്, നല്ല അമ്മൂമ്മ. പാവം ആന്റി. നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ ഹൈഡ് ആൻഡ് സീക്ക് കൂടെ കളിക്കാം. ഹായ്, യേയ്. അവിടെ നിൽക്ക് ഞാനുണ്ട്. ഓ, നമ്മളിവിടെ മൊത്തം അരിച്ച് പറക്കിയിട്ട് ഒരു മനുഷ്യനെ പോലും കാണാനില്ല. വാ, നമുക്കിനി മാളൂട്ടിയുടെ കുട്ടുമൻ്റെ അടുത്തോട്ട് പോവാം. വാ പിള്ളേരെ. മാളൂട്ടി. മാളൂട്ടി, കുട്ടുമനെ. യോ, അവരെങ്ങോട്ട് പോയി? കുട്ടുമണി, മാളൂട്ടി. ഈ പിള്ളേരെ എവിടെ പോയത്? ഇവിടെ ഇരുത്തിയതല്ലായിരുന്നു നമ്മള്. ഒന്നാമത് അറിയാത്ത സ്ഥലം, അറിയാത്ത വീട് പോയി. പിള്ളേരെ ഇവിടെ ഇരുത്തിയിട്ട് പോയതിന് എവിടെ പോയത് ഈ പിള്ളേര്? ആന്റി വാ, നമുക്ക് അപ്പുറത്തെ മുറി പോയി നോക്കാം. നിങ്ങളായിട്ടല്ലേ നളിനിയോട് ആ പിള്ളേരെ പറഞ്ഞു വിട്ടത്? എന്തോ കാണിച്ചത്? നളിനിക്കായി ഒന്നാമത് വാടകക്കാരി ഇവിടെ. അവർക്കായി വീട് സ്ഥലമൊക്കെ അറിയാവോ? അവർ ചിലപ്പോൾ വഴി തെറ്റി വേറെ എങ്ങോട്ടും പോയെന്ത് ചെയ്യും? അമ്മ ഒരു ബസ്സിലല്ലേ പോയത്? 2-3 സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ നളിനി എത്തി വന്ന് വിളിച്ചത് പിള്ളേരെ. പുള്ളിക്കാരിക്ക് എനിക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്, പിള്ളേർ വരുന്നെന്ന് ചോദിച്ചോണ്ട്. അത് ഇവർ എവിടെ എത്ര മണിക്കാണ് പോയത്? 4 മണിക്കല്ലേ പോയത് വൈകിട്ട്. ഞാൻ വിചാരിച്ചാൽ 6 മണിയാകുമ്പോൾ അവരിങ്ങ് എത്തുമെന്ന്. ഇത്രയും സമയമായില്ലേ? രാത്രി 9 മണി. 9 10 മണി അങ്ങോട്ട് കഴിഞ്ഞ്. ഞാൻ എനിക്ക് ബ്യൂട്ടി പാർലർ നിന്നപ്പോൾ എനിക്ക് അമ്മണി എന്നെ അങ്ങോട്ട് വിളിച്ച്. എന്നിട്ട് ചോദിച്ച് പിന്നെ നളിനി ആൻറ്റിയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ മാൾട്ടിയുടെ നളിനി ആൻറ്റിയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ കട വരെ പോവാ, പർച്ചേസിങ്ങിന് പോവാന്നൊക്കെ പറഞ്ഞ് ഞാൻ പൊയ്ക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. വൈകിട്ട് 4 മണിക്കല്ലേ വിളിച്ചത്. ഞാൻ ഓർത്താ അപ്പോൾ അവർ പെട്ടെന്ന് പോയിട്ട് വരും പറഞ്ഞ് ഞാൻ പറഞ്ഞു മോളെ പൊക്കോളം പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഇവർ ഇത്ര ലേറ്റ് ആകുമെന്ന്. ഞാനെനിക്ക് അപ്പോഴേ പറഞ്ഞ ഫോൺ എടുത്തോണ്ട് പോകാൻ. കിങ്ങിണിയോട് ഞാൻ പറഞ്ഞ ഫോൺ കൊണ്ടുപോകാൻ. അപ്പോൾ അവൾ പറഞ്ഞു എന്തിൻ്റെ ഫോൺ എന്തിനാ, അവർ പെട്ടെന്ന് വരുമല്ലേ, ഫോൺ വേണ്ടെന്ന് പറഞ്ഞ്. സാധാരണ എനിക്ക് അമ്മണി അവിടെ പോയാലും ഫോൺ കൊണ്ട് പോകുന്നത്. എന്നിട്ട് അവളും ഫോൺ എടുത്തിട്ട് വീട്ടിൽ ഇരിക്കും. ഞാൻ വന്നപ്പോഴത്തേക്ക് ഫോണ് നളിനിയുടെ ഫോൺ ഇല്ലയോ? നിങ്ങൾ വിളിച്ചു നോക്കിയില്ലേ? ഇല്ലമ്മേ, നളിനിയുടെ ഫോൺ എനിക്ക് കംപ്ലൈന്റ് ആയിട്ടാക്കി കൊടുത്തേക്ക് വരുന്നുണ്ട് അവിടെ നന്നാക്കാൻ വേണ്ടിയിട്ട് കടയിൽ. അതിപ്പോൾ 2-3 ദിവസമേ ഉള്ളൂ കൊടുത്തിട്ട്. അതുകൊണ്ട് ഫോണില്ല പുള്ളിക്കാരൻ്റെ കയ്യിൽ. എന്താ രാത്രി ഒരു വട്ടമേശ സമ്മേളനം? ആ, ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയല്ലോ. ചേട്ടാ, അമ്മണി, കിങ്ങിണി, കുട്ടുമോന്, നളിനി, പിന്നെ മാളൂട്ടി ഇവരെല്ലാവരും കൂടെ എനിക്ക് കടയിൽ പോയി 4 മണിയായപ്പോഴും വൈകിട്ട്. ഇത്രയും നേരമായിട്ട് തിരിച്ചു വന്നില്ല അവര്. നിങ്ങൾ എന്തേ പറയുന്നത്? 4 മണിക്ക് പോയിട്ട് ഈ 10 മണിയായിട്ട് അവരെത്തിയില്ലെന്ന് ഇവിടെ. ഞങ്ങൾ ഇപ്പൊ വരെ കൊണ്ട് നോക്കിയിരിക്കുക, ഇതുവരെ കാണുന്നില്ല അവരെ. ഇങ്ങനെ നോക്കിയിരുന്നാ മതിയോ? ഞാൻ പോയി അന്വേഷിക്കട്ടെ അവരെ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ളൂ. എന്തോ ചെയ്യാനെന്ന് പറ. ആരെങ്കിലും അറിഞ്ഞു ഇവർ ഇത്ര ലേറ്റ് ആകുന്നൊക്കെ? ഒന്നാമത് നളിനിക്കാണെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ചൊന്നും ഒരു പരിചയമില്ല, തിട്ടമില്ല. അവർ വേറെ ഏതൊരു വഴിക്കൊക്കെ പോയതൊന്നും അറിയത്തില്ലല്ലോ. പക്ഷെ നമ്മളാരെങ്കിലും കൂടെ പോകേണ്ടതായിരുന്നു അവരുടെ കൂടെ. ഞാനൊന്നാമത് എനിക്ക് വീട്ടിലും ഇല്ലായിരുന്നല്ലോ, ഞാൻ ബ്യൂട്ടി പാർലറിലായിരുന്നു. എന്തായാലും മോൻ അന്വേഷിക്കാൻ പോയേക്ക് പറ്റിയോ? പേടിക്കാതിരിക്കും നിങ്ങൾ. എന്തിനാ നൂഡിൽസ് തരാന്ന് പറഞ്ഞ് ചിക്കൻ നൂഡിൽസ്? അമ്മമ്മ ചിക്കൻ നൂഡിൽസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഈ പെരപ്പുറത്ത്? അതിനെവിടെ? തരാം, നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങ്, ഞാൻ അപ്പൊ തരാം. ഇതൊരു കളിയാ, ഇത് നമ്മുടെ ഒരു ഗെയിമാ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങ, അറ്റത്ത് പോയി നിൽക്ക്. അയ്യോ, എനിക്ക് പേടിയാണ്. ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങ് അറ്റത്ത് നിൽക്കുന്നു. മറിഞ്ഞിങ്ങനെ വീഴും താഴോട്ട്. ഇല്ല, വീഴത്തില്ല, അങ്ങോട്ട് നീങ്ങ്. രണ്ടുപേരും അങ്ങ് അറ്റത്ത് പോയി നിൽക്ക്. ഞങ്ങൾ അറ്റത്ത് നിന്നാലേ നൂഡിൽസ് തരത്തുള്ളൂ ആന്റി. അതെ അതെ. നമ്മൾ വീട് മൊത്തം അടിച്ചു പറക്കി നോക്കി, ആ പിള്ളേരെ അവിടെ എങ്ങും കാണാനില്ല. ഇവരെ എവിടെ പോയി? എന്നിട്ട് നമ്മുടെ കൂടെ നിന്നാ പോരാ. എന്തിനാ ഇവർ ഒറ്റയ്ക്ക് അവിടെ പോയി ഇരുന്നിട്ട് അവർ എങ്ങോട്ടാ പോയത്? ആകെപ്പാടെ പണിയായല്ലോ. ഉമ്മയോ, കുട്ടുമ്മയോ, അവിടെ ദോ മേളിൽ നിൽക്കുന്നു. അയ്യോ, പിള്ളേരെ നിങ്ങൾ എന്താ കാണിച്ചത്? അയ്യോ, ദാ ആന്റി ചേച്ചിയൊക്കെ നിൽക്കുന്നു. അമ്മേ, ഞങ്ങൾക്കാണെങ്കിലേ ഈ അമ്മൂമ്മയാണെങ്കിലേ നൂഡിൽസ് തരും. അതിന് ഞങ്ങൾ ഇവിടെ കയറി നിൽക്കുവാ. എടി, ആ കൂടെ നിൽക്കുന്ന ആളെ നോക്കിക്കടി. എടി, അത് ഗ്രാനിയല്ലേടി? അതെ, ഗ്രാനി തന്നെ. ഞാൻ ഈ പിള്ളേരെ മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവന്നതാ. അയ്യോ, അവര് മിക്കവാറും അവരെ പിടിച്ചതല്ലേ ഇടുമെന്ന് തോന്നുന്നു. ആ ഓട്ടോ തിരിച്ചു വന്ന്. അതെ ചേച്ചി, ഞാൻ കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകെപ്പാടെ വിഷമമായി. നിങ്ങളുടെ കാര്യം ഓർത്ത്. കൊച്ചു പിള്ളേരല്ലേ വന്നത്, അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നത്. എൻ്റെ മനസാക്ഷി എനിക്ക് നിരക്കുന്ന കാര്യം ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നി. മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് അങ്ങനെ എന്തോ അപ്പോൾ ദേഷ്യം വന്നോണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പോയത്. എനിക്ക് പിന്നെ എന്തോ ഒരു റിഗ്രറ്റ്, അത് ഞാൻ തിരിച്ചു വന്നത്. ആരോ വന്നിട്ടുണ്ടല്ലോ. ഞങ്ങളാകെ പെട്ടിരിക്കുവാ. ഗ്രാനി എന്ന് പറഞ്ഞ സാധനത്തിന് നിങ്ങൾക്ക് അറിയുമോ? വേണ്ട, ഗ്രാനിയുടെ ഒരു സങ്കേതം ഇത്. ഗ്രാനി താമസിക്കുന്ന സ്ഥലമായിരുന്നത് ഗ്രാനിയുടെ വീട്. നോക്ക്, എന്റെ പിള്ളേരെ രണ്ടുപേരും അങ്ങ് മരത്തിന്റെ മുണ്ടയ്ക്ക് കയറ്റി വെച്ചേക്കുന്ന. മരത്തിന്റെ മുകളിലല്ല, വീടിന്റെ മുകളിൽ നിർത്തിയേക്കുന്ന ഗ്രാനി. ഗ്രാനിയോ? അയ്യോ, ഗ്രാനി തള്ളയല്ലേ നിൽക്കുന്നേ. ഏതോ ഒരുത്തം താഴെ വന്നിട്ടുണ്ടല്ലോ വണ്ടിയും കൊണ്ട്. ഞാനിനി ഇവിടെ നിന്ന് ശരിയാവത്തില്ല, ഇവിടുന്ന് സ്ഥലം വിടാം. ഓട്ടോക്കാരൻ അങ്ങനെ കൂടുതൽ തന്നെ പിള്ള ചമയുണ്ട് കേട്ടോ. ഗ്രാനിയുടെ കയ്യിൽ നിന്ന് ഇവരെ അങ്ങനെ രക്ഷിച്ചെടുത്തത് പറഞ്ഞിട്ട് വലിയ ആളൊന്നും ആവണ്ട. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ തന്നെയല്ലേ അവരെ അവിടെ കൊണ്ടാക്കിയത്.
ആ അത് കറക്റ്റാ. ഞാൻ ഇവരെ അന്വേഷിച്ച് നടന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ ദേ ഓട്ടോയ്ക്കകത്ത് ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ പിന്നെ ഞാനും പിന്നെ ഇവരുടെ കൂടെ ഇങ്ങനെ ഓട്ടോയിൽ കയറി വന്നത്. അയ്യോ ഇനി വഴി അറിയാതെ നളിനി ഇനി അങ്ങ് പോവല്ലേ. അയ്യോ ഇതോടെ നിർത്തി. എവിടെങ്കിലും പോവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോയാൽ മതി. ആ അതെ അതെ.